ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പൊട്ടൊക്കെ കുത്തിയിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഒന്നുമില്ല, വാട്ട ഈറ്റിനയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വാട്ട ഈറ്റിനയുടെ ഇഷ്ടമുള്ളവർ പറയണേ ഗൈസ്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്താണ്ട് രാവിലെ അപ്പമായിരുന്നു കേട്ടോ. ഇനി താമസിച്ച് എണീച്ചതുകൊണ്ട് തന്നെ രാവിലെ ചുട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ രാവിലെ എണീറ്റ് തന്നെ ആ ചൂടിലങ്ങ് കുളിച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു, എന്തോ തോന്നി കുളിക്കാൻ. അതുകൊണ്ട് രാവിലെ കുളിച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോഴത്തേനും എൻ്റെ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. എനിക്ക് ഈ ചുമന്ന കറികളിലോടാണ് പ്രത്യേകിച്ച് താല്പര്യം. അതായത് ഈ മീൻ കറി, ഈ ചുമന്ന കളറിലിരിക്കുന്ന കറികളോടാണ്. ഈ തേങ്ങ അരച്ച കറികളോട് എനിക്ക് താല്പര്യമേ ഇല്ല. നേരത്തെ എങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അധികം എരി കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ച് നോക്കും. ഇതൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ കൊള്ളാം. അതിക്ക് എരിയുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എനിക്കിപ്പം ഗ്രീൻ പീസ് കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ രാവിലെ ചായ ഇടാറില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കാപ്പി കുടിക്കുന്നത്. അപ്പോഴത്തേനുണ്ട് അച്ഛൻ ഇന്ന് വീട്ടിലുണ്ടായതുകൊണ്ട് റംബൂട്ടാൻ ഇങ്ങനെ പറിച്ച് തോരയായിട്ട് പറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ പഴുക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. ഒരെണ്ണം പഴുത്തത് ഇട്ടിട്ടുണ്ട്. അത് മണ്ടയിലെങ്ങാണ്ട് കിടന്നതാണ് കേട്ടോ. നേരത്തെ കണ്ടില്ല, അതുകൊണ്ടാണ്. തകൃതിയായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഇന്ന്. രാവിലെ തൊട്ടേ മഴയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ കണ്ടുകൊണ്ട് 2 ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 50-50 ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പഴം അവിടെ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ എണ്ണീറ്റ് ഉറക്കത്തിൽ നിന്ന് ചാടി എണ്ണീറ്റതാണ് കേട്ടോ ഉച്ചയ്ക്ക്. അതൊട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ആരും പേടിക്കല്ലേ. അപ്പോൾ വേണ്ട ആ പഴമൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷേ അത് അധികം പഴുത്തല്ലായിരുന്നു. അതാണ് ആ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നത്. അതിപ്പോൾ ചോറ് കഴിച്ചു. ചോറും തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്യാബേജ് തോരനായിരുന്നു. ക്യാബേജ് തോരനും ഉണക്കമീനായിരുന്നു കേട്ടോ. മീൻ കിട്ടിയില്ല. പിന്നെ വറുത്തരച്ച കറിയായിരുന്നു കേട്ടോ. ഞാൻ ഇതൊന്നും അധികം കൂട്ടത്തില്ല, പക്ഷെ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങ് കൂട്ടി. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം കാണുമല്ലോ. പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അതിനിപ്പോൾ 2 റംബൂട്ടാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.